ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പം രണ്ട് ബ്രദേഴ്സ് ഉള്ളൊരു വീട്ടിലെ ഒരു ഒറ്റ പെൺതരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ അതിൻ്റെ ഇടയിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ ആൺകുട്ടികളോട് പെൺകുട്ടികളും പാരൻസ് കാണിക്കുന്ന ഒരു സർട്ടൻ ബിഹേവിയേഴ്സ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ് അത് ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ചില സമയത്ത് ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള വീട്ടുകളിലുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈവൻ ദ ഫുഡിലായാലും എന്തെങ്കിലും ആദ്യം ഉണ്ടാക്കുകയാണെങ്കിൽ അത് അവനെന്നാ കഴിച്ചോട്ടെ, നിനക്ക് പിന്നെ കഴിക്കാലോ എന്ന് പറയുന്ന അമ്മേനെയും അച്ഛനെയും കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രെഫറൻസ് കൊടുക്കുന്നത് ബോയ്സിനായിരിക്കും എന്നുള്ളത്. എസ്റ്ററിൻ്റെ ലൈഫ് വളർന്നു വരുമ്പം എങ്ങനെയായിരുന്നു? ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നോ, ഫേസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ അല്ലെങ്കിൽ കുട്ടികളോട് പാരൻസിനോട് എസ്റ്ററിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരിക്കും പറയുന്നത്? സോ തിങ് ഇസ്, ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ എഡ്യൂക്കേഷന് പ്രിവിലേജ് അല്ല, കാരണം എൻ്റെ അപ്പനും അമ്മയും അപ്പനൊക്കെ 10ാം ക്ലാസ് മാത്രം പാസ്സായിട്ടുള്ളൊരു ആളാണ്. പക്ഷെ ഒരുപാട് ട്രാവലൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്മയാണെങ്കിലും അങ്ങനെ ആരും ഭയങ്കര അഫ്ലുവൻറ്റ് ഫാമിലി എന്നല്ല വരുന്നത്. പക്ഷെ ഫോർ സം റീസൺ അവർക്ക് ഇങ്ങനത്തെ കാര്യത്തിനോടൊക്കെ വേറൊരു അപ്രോച്ചായിരുന്നു. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പെണ്ണായതുകൊണ്ട് എനിക്ക് ഇത് കിട്ടിയില്ല എന്നുള്ള പരാതിയില്ല. ബിക്കോസ് ഭയങ്കര ഈക്വലായിട്ടാണ് ആ കാര്യത്തിൽ വളർത്തിയത്. ഇൻഫാക്റ്റ് എൻ്റെ ബ്രദേഴ്സിനേക്കാൾ കൂടുതൽ പ്രിവിലേജസ് എനിക്ക് ഈ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. മേ ബി ഇറ്റ്സ് ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ് അറ്റ് എ വെരി യങ് ഏജ്. അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. എൻ്റെ ചേട്ടൻ ഒരു രാത്രി 2 മണിക്കാണ് വരുന്നതെങ്കിൽ ഞാൻ 4 മണിയാകുമ്പോഴായിരിക്കും വരുന്നത് വീട്ടിൽ. പക്ഷെ അതിനങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ജസ്റ്റ് ദാറ്റ് അപ്പന് കുറച്ചുകൂടി പേടിയുണ്ടാവും ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ. പക്ഷെ ഓൺ ദി അതർ സൈഡ് അമ്മ ആ പേടി എക്സ്പ്രസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അപ്പനിങ്ങനെ വിളിക്കും, എവിടെ എത്തി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അമ്മ പറയും, എന്തിനാണ് വിളിക്കുന്നത്, വിളിക്കേണ്ട, നമുക്കൊരു പ്രഷർ ഫീൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ബാലൻസ് ഔട്ട് ചെയ്ത് പോയിട്ടുണ്ട് അപ്പനും അമ്മയും. അപ്പന് പലപ്പോഴും പേടിയുണ്ട്, നോ പറയാൻ തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അതെനിക്ക് സെൻസ് ചെയ്യും. പക്ഷെ അമ്മ പറയാം ഒന്നും കുഴപ്പമില്ല പോയിട്ട് വാ എന്നുള്ള പോലത്തെ പറഞ്ഞങ്ങ് അവർക്ക് ആ ഒരു ബാലൻസ് ഉണ്ടായിരുന്നു. യാ എക്സാക്ട്ലി, ഐ നോ, ബട്ട് ഫോർ സം റീസൺ മൈ മദർ ഹാസ് ബിൻ വെരി ചിൽ അബൌട്ട് ദീസ് തിങ്സ്. അതങ്ങനെ മതി, ഇതിങ്ങനെ മതി എന്നുള്ള പോലെ പറഞ്ഞതുകൊണ്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഗ്രോയിങ് അപ്പ് ഐ ഹാഡ് ദിസ് പ്രോബ്ലം. കാരണം എപ്പോഴും ഗേൾസിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യണമെങ്കിൽ കുറേ പെർമിഷൻ എടുക്കണം, അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ കൺവിൻസ് ചെയ്യണം. മിക്കപ്പോഴും എസ്റ്റർ ഉണ്ടെങ്കിൽ വിടാം, അല്ലെങ്കിൽ ഇത്ര മണിയാകുമ്പം തിരിച്ചു വരണേ മോളെ എന്നൊക്കെ. അതൊരു ബേസിക് കൺസേൺ ആണ്. അതിന് ഞാൻ ഇൻ മൈ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. സോ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഞാനും പെൺപിള്ളേരുടെ കൂടെ അങ്ങനെ കറങ്ങാൻ പോകുന്നത് നിർത്തി. കാരണം ഈ പെർമിഷൻ എല്ലാം എടുക്കണം, ആമ്പിള്ളേരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞൊരു, എനിക്ക് തോന്നുന്നു ഒരു 11-12 ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം എൻ്റെ മെയിൻ ഒരു അപ്രോച്ച് അതായിരുന്നു. കാരണം ഗേൾസിന് ഒട്ടും വിടത്തില്ലായിരുന്നു പുറത്ത് കറങ്ങാനൊക്കെ പോകാനായിട്ട്. എൻ്റെ പേരൻസിൻ്റെ അപ്രോച്ചിനോട് വളരെ ഇതെന്താ ഇങ്ങനെ വളർത്തണേ എന്ന് കാണുന്ന ആൾക്കാരും ഉണ്ട്. നെവർ ഹാഡ് എ ടോക്ക് വിത്ത് ദിസ്, ലൈക്ക് എന്തുകൊണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ കാരണം നമ്മൾ ചിന്തിക്കുമ്പം ഒരു വയനാട്ടിൽ നിൽക്കുന്ന സാധാരണ കുടുംബത്തിലൊരാൾ മക്കളെ നമ്മൾ ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ വളർത്തുക എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് ലൈക്ക് ഡിഫറെന്റ്. അത് ചോദിച്ചിട്ടുണ്ടോ വല്ലപ്പോഴും? എനിക്ക് തോന്നുന്നു അവർ ഈ റെബലായിട്ട് ജീവിക്കുന്നതിൽ ഒരു ആനന്ദം കണ്ടെത്തിയ ആൾക്കാരാന്ന് തോന്നുന്നു എൻ്റെ പേരൻസ്. അതിലൊരു ഹൈ ഒക്കെ കണ്ട്. കാരണം നാട്ടുകാർക്ക് ഒപ്പീനിയൻസ് ഉണ്ടായിട്ടുണ്ട് വളർത്തുന്ന രീതിയിൽ, അവർ ജീവിക്കുന്ന രീതിയിൽ, റിലേറ്റീവ്സിന് ഒപ്പീനിയൻ ഉണ്ടായിട്ട്. പക്ഷെ അതിലൊക്കെ ഇങ്ങനെ എതിർക്കുമ്പോൾ അവർക്ക് എന്തൊരു സുഖം കിട്ടുന്നതാണ്. ഇറ്റ് വാസ് നോട്ട് കംഫർട്ടബിൾ ഗ്രോയിങ് അപ്പ് ഫോർ അസ്. ഇറ്റ് വാസ് നോട്ട് വെരി ലൈക്ക് ഗ്രേറ്റ് ഓർ എനിത്തിങ്. കാരണം ഇപ്പോൾ സിമ്പിൾ കാര്യം പറയുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് ചെറുതായിരിക്കും മുട്ടയടിക്കും, മുടി നല്ല തിക്കായിട്ടുള്ള എന്തോ മുടി ഇങ്ങനെ നീട്ടുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു നാട്ടിൻപുറത്തൊക്കെ. പിന്നെ എൻ്റെ അപ്പൻ തലയിൽ, എൻ്റെ മുടി വെട്ടത്തേ ഇല്ലായിരുന്നു, തലയിൽ എണ്ണ വെക്കത്തില്ലായിരുന്നു. കാരണം ഫോറിനേഴ്സ് തലയിൽ എണ്ണ വെക്കത്തില്ല എന്ന് അപ്പം ഇങ്ങനെ മനസ്സിലാക്കി. സൈസിലേക്ക് എണ്ണ വെക്കേണ്ട. അപ്പം ഇതൊക്കെ നാട്ടിൽ ഒരു കുട്ടികളുടെ കാര്യത്തിലൊക്കെ നാട്ടുകാരും ഇൻവോൾവ് ആയിരിക്കും ഒത്തിരി. അപ്പോൾ അവരിങ്ങനെ താഴെ കൂടെ ആരെങ്കിലും പോകുമ്പോൾ പറയാം, എൻ്റെ മോളെ അപ്പനോട് പറ മുടി വെട്ടാനായിട്ട്, എണ്ണയൊക്കെ വെച്ച് വേണ്ട വളർത്താൻ, അങ്ങനത്തെ കോൺവെർസേഷനൊക്കെ ഉണ്ട്. പക്ഷെ അപ്പയൊന്നും അതിനിങ്ങനെ അതൊന്നും വേണ്ട എന്നുള്ളൊരു ഭയങ്കര റെബല്യസ് ആയിട്ട് നിൽക്കണം എന്നുള്ളതിൽ അവർക്ക് എന്തോ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ഫോർ അസ്. കാരണം നമ്മൾ ഇവർക്കൊക്കെ ആൻസറബിൾ ആവുകയാണ്. അല്ലെങ്കിൽ എൻ്റെ അപ്പൻ പള്ളി പോകത്തില്ലായിരുന്നു, അപ്പം അപ്പനെ എങ്ങനെയെങ്കിലും പള്ളി കൊണ്ടുവരണം, അല്ലെങ്കിൽ 10-30 വയസ്സുള്ള ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞാൽ കേൾക്കുമോ എന്നുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു. സോ ഫോർ മീ ഇറ്റ് വാസ് ഇച്ചിരി ഡിഫിക്കൾട്ട് ഗ്രോയിങ് അപ്പ്. ബട്ട് നൗ വെൻ ഐ ലുക്ക് ബാക്ക് അറ്റ് ഇറ്റ് നല്ലതായിരുന്നു. കാരണം നമുക്കും ആ ഒരു ക്വാളിറ്റീസ് ഇങ്ങനെ വന്നു. നമ്മൾ ചെറുപ്പം മുതലേ നാട്ടുകാരൊന്നും പറയുന്നത് കേട്ടല്ല വളരുന്നത് എന്നുള്ള പോലെ. പക്ഷെ ഓവർ ദി ഇയേഴ്സ് നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെപ്പോലെ ആയി, മനസ്സിലായോ, അവർ വളർന്നു നമുക്കൊപ്പം. അപ്പം ഇപ്പം അതങ്ങനെ ഒരു പ്രോബ്ലം അല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ദർ വാസ് ദിസ് വൺ കോൺവെർസേഷൻ ഐ ഹാഡ് വിത്ത് മൈ ഫാദർ. എന്തോ ഒരു ആർഗ്യുമെൻറ്റ് വന്നു. എന്നിട്ട് ഞാൻ അപ്പൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ ആവശ്യത്തിന് ഫ്രീഡം തരുന്നുണ്ടെന്ന്, പക്ഷേ എന്ന് പറഞ്ഞപ്പോൾ അപ്പം പറഞ്ഞു, ഈ ഫ്രീഡം തരാൻ ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്, ഇറ്റ് ഈസ് യോഴ്സ്. അപ്പോൾ
ഞങ്ങളായിട്ട് ഫ്രീഡം തരേണ്ട ആവശ്യമില്ല, യു ആർ ഓവർ 18 ആൻഡ് ഇറ്റ്സ് യുവർ ലൈഫ്. പക്ഷേ ഇന്ന കാര്യങ്ങളാണെന്നും പറഞ്ഞായിരുന്നു ആ ആർഗ്യുമെൻറ്റ് പോയത്. അന്ന് തന്നെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തു. ശരിയാണ്, എനിക്ക് ഇവർ ഫ്രീഡം തരേണ്ട ആവശ്യമില്ല, ഇറ്റ് ഈസ് മൈൻ എന്നുള്ള പോലെ. അതിനുള്ള നല്ല ഒരു സ്പേസ് ഉണ്ടാക്കി തന്നു എന്നുള്ളതാണ് എനിക്ക് വളരാനും പഠിക്കാനും ഈ പറഞ്ഞ പോലെ ആൺകുട്ടികളുടെ കൂടെ ആണെങ്കിലും പെൺകുട്ടികളുടെ കൂടെ ആണെങ്കിലും സോഷ്യലൈസ് ചെയ്യാനൊക്കെ ഒരു വളരെ സേഫ് സ്പേസ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്തുനിന്ന് ഒരു രീതിയിലുള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല.